നമ്മളിപ്പോൾ ഇന്ന് ആൾക്കാർ ഡിജി ബുക്ക് എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആർക്ക് അസോസിയേഷനിലുള്ളവർക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണത്. അതെങ്ങനെ എസ്റ്റിമേറ്റ് കൊടുക്കണമെന്ന് നമുക്ക് നോക്കാം. എസ്റ്റിമേറ്റ് എടുക്കുക, താഴെ ഒരു ഐക്കണുണ്ട്, അതിൻ്റെ നമുക്ക് എസ്റ്റിമേറ്റ് പുതിയതായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ കസ്റ്റമർ നെയിം കൊടുക്കുക, നമ്മളൊരു നെയിം കൊടുക്കാം. താഴെയായിട്ട് കസ്റ്റമർ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട്. കോൺടാക്റ്റ് ചെയ്യുന്ന ആഡ് ചെയ്യാവുന്നൊരു റൈറ്റ് സൈഡിലൊരു ഐക്കണുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന നമ്പറാണെങ്കിൽ അങ്ങനെ അടിക്കാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തൽക്കാലം ഒരു ചുമ്മാ നമ്പർ കൊടുക്കുക. അതിനുശേഷം ആഡ് ഐറ്റം എന്നുണ്ട്. നമ്മളിപ്പോൾ എന്ത് കബോർഡാണെങ്കിൽ കബോർഡ്, വിൻഡോ ആണെങ്കിൽ വിൻഡോ നമുക്ക് ആഡ് ഐറ്റംസ് എടുക്കുക. എന്താണ് നമ്മൾ വിൻഡോ ആണെങ്കിൽ വിൻഡോ എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം 2 ഇഞ്ചാണെങ്കിൽ 2 ഇഞ്ച് വിൻഡോ നമുക്ക് എഴുതാം. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നെയിം എഴുതാം. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര എണ്ണാണെങ്കിൽ എണ്ണം എത്ര എണ്ണം ഉണ്ടെന്നാണ്. ഒരു 12 പ്രൈസ് നമ്മളൊരു 1250 ഇടുക. യൂണിറ്റിലാണോ, സ്ക്വയർ ഫീറ്റിലാണോ, സ്ക്വയർ മീറ്ററിലാണോ, റണ്ണിങ് ഫീറ്റാണോ, റണ്ണിങ് മീറ്ററാണോ, നമ്പറാണോ, ഇതിലേതാണ്. നമ്മൾ വിൻഡോ നമ്പറിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കബോർഡൊക്കെയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സ്ക്വയർ ഫീറ്റ് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്പറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് സബ്മിറ്റ് ഉണ്ട്, സബ്മിറ്റ് അടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്ക് അതിൻ്റെ എമൗണ്ട് ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എമൗണ്ട് 15,000 എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിത് ആഡ് ഐറ്റം എടുത്തിട്ട് വേറെ ഉണ്ടെങ്കിൽ വേറെ കൊടുക്കാം. അപ്പോൾ കബോർഡാണെങ്കിൽ കബോർഡ് ക്വാണ്ടിറ്റി എന്നുള്ളിടത്ത് നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റല്ല നമ്മൾ എടുക്കുന്നത്, 100 സ്ക്വയർ ഫീറ്റ് കൊടുക്കുക. പ്രൈസിൻ്റെ സ്ഥാനത്ത് എത്ര സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ്. ഒരു 500 ഒക്കെ ആണെങ്കിൽ 500 കൊടുക്കുക. യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതെടുത്ത് കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയർ ഫീറ്റ് എടുക്കുക. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി 50,000 എന്നും പറഞ്ഞ് ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ താഴെ കാണുന്ന ജനറേറ്റ് കൊട്ടേഷൻ എന്നും പറഞ്ഞിട്ടുള്ള എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ജനറേറ്റ് കൊട്ടേഷൻ കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്നെടുക്കേണ്ടത് ജേക്കബ്. ഈ PDF പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PDF ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കസ്റ്റമർ നെയിം കൊടുത്തിട്ടുണ്ട്, നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഓട്ടോമാറ്റിക്കലി നല്ലൊരു ബില്ലിൻ്റെ ഫോമാറ്റിലേക്ക് ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പോരാത്തതിന് നമ്മുടെ 50% ഫസ്റ്റ് എമൗണ്ട് അഡ്വാൻസായിട്ട് വേണം ഫസ്റ്റ് ഇടൂ. പേയ്മെൻറ്റ് ടേംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 50% ടോട്ടൽ എമൗണ്ടിന് അഡ്വാൻസ്. ഫസ്റ്റ് അഡ്വാൻസ് 50% വേണം. 30% ഡ്യൂറിങ് ദി പീരീഡ്, അതായത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പീരീഡിൽ. ബാലൻസ് 20% ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം. അഡീഷണൽ വർക്കിന് ഉണ്ടെങ്കിൽ കൊട്ടേഷൻ വിൽ ബി ചാർജ് എക്സ്ട്രാ, അതായത് നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാത്തരം ഒരു ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ബില്ലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ സെൻഡ് ഫയൽ എന്നും പറഞ്ഞ് ഈ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ആ 3 ഡോട്ടുള്ള ഐക്കണിൽ നോക്കി കഴിഞ്ഞാൽ സെൻഡ് ഫയൽ ആർക്കാണ് വാട്സപ്പിലോ എങ്ങനെയെന്ന് നമുക്ക് അയക്കാം. ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ബിൽ ഫോർമാറ്റാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇതൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.